ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. രാവിലെ ആദ്യം വന്നത് ചന്തുവായിരുന്നു. അവൾക്ക് തലേന്ന് രാത്രി നടന്നത് ഓർമ്മ വന്നതും നാണം കൊണ്ട് പൂത്തുപോയി വീണ് കമഴ്ന്ന് കിടന്നുറങ്ങുന്ന സൂര്യയെ കണ്ട് അവൾ അവൻ്റെ പുറത്ത് അമർത്തി ചുംബിച്ചു. സൂര്യന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നതും അവളുടെ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൾ പതിയെ അവൻ്റെ ചുണ്ടിലും കവളിലും ഉമ്മ വെച്ചുകൊണ്ട് അവൻ്റെ ഉറക്കത്തെ ശല്യം ചെയ്തു. ഒടുവിൽ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. തനിക്ക് മുമ്പിൽ ചുവന്നു തുറന്നു നിൽക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ്റെ മിഴികൾ വിടർന്നു പോയി. അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ടൊന്നും മറിഞ്ഞു. തൻ്റെ കുറ്റിത്താടി കൊണ്ട് അവൻ അവളുടെ കവളിലും കഴുത്തിലുമെല്ലാം ഉരസി. അവൾ ഇക്കിളി കൂടി കഴുത്ത് വെട്ടിച്ചു. അതവനിൽ ഹരം നിറച്ചതും വീണ്ടും അവളിലേക്ക് അവൻ കൂടുതൽ ചേർന്ന് കിടന്നു. വേദനയുണ്ടോ? ആദ്രമായി അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഇല്ല, എന്തോ ഒരു തരിപ്പ് പോലെ, അത്രേ ഉള്ളൂ. അത് കേട്ടതും അവൻ അവളുടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് വേഗം മാറി. ചന്ത് വേഗം എഴുന്നേറ്റ് ഫ്രഷാക്കാനായി പോയി. അവളുടെ മുഖമെല്ലാം ആകെ തുടുത്തു പോയിരുന്നു. ഫ്രഷായി ഇറങ്ങിയതും അവൾ നേരെ ചെന്ന് വിട്ടത് ലച്ചുവിൻ്റെ മുൻപിലായിരുന്നു. ലച്ചു അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് ചന്തൊന്ന് പരങ്ങിയതും പെട്ടെന്ന് ലച്ചുവിൻ്റെ ഭാവം മാറി. അമ്മേ! പെട്ടെന്ന് ലച്ചു ഒറ്റ അലർച്ചയായിരുന്നു. അത് കേട്ട് ചന്തു ആകെ ഭയന്ന് വിറച്ചു പോയി. ലച്ചുവിൻ്റെ വിളി കേട്ട് ഭാനു ഓടി വന്നതും ചന്തു ആകെ പേടിച്ചു പോയി. എന്താടി? ഭാനു ചെറിയ പേടിയോടെ ചോദിച്ചതും ലച്ചു വേഗം ഭാനുവിനോട് ചേർന്ന് നിന്നു. ദേ നോക്കിയേ, ഇവളെന്നലെ രാത്രി ഡ്രാക്കുള കടിച്ചു. അമ്മ അടുത്തോട്ട് പോകണ്ട, മിക്കവാറും ഇവളും ഡ്രാക്കുള ആയി കാണും. ലച്ചുവിന്റെ പറച്ചിൽ കേട്ട് ഭാനു ആകെ അന്തം വിട്ടപ്പോ ചന്തു തന്റെ പല്ല് കടിച്ചു പൊടിച്ചു. ഇത് കേട്ടുകൊണ്ട് വന്ന സൂര്യയാണെങ്കിൽ എങ്ങോട്ട് ഇറങ്ങി ഓടണമെന്ന് അറിയാതെ നിന്നുപോയി. ആടി, എന്നെ കടിച്ച ഡ്രാക്കുളയാ നിന്റെ ചേട്ടൻ. അങ്ങേര് ഡ്രാക്കുളയാണെങ്കിൽ അപ്പൊ നീ ആരാ? ഡ്രാക്കുളയുടെ പെങ്ങൾ പടയക്ഷിയോ? ചന്തു പറഞ്ഞത് കേട്ടതും എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതുപോലെ ലച്ചുവിന്റെ കണ്ണുകൾ മിടിഞ്ഞു. എന്നെ കാര്യം മനസ്സിലായ ഭാനു ആകെ വിളറി വെളുത്തുപോയി. അവർ ലച്ചുവിന് കൈകൊട്ടൊരു അടി വെച്ച് കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് മുങ്ങി. എടി ചന്തു! അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയെ ഗ്രാസ് പോലെ കണ്ട് പൂച്ചിച്ച് വിട്ടുകൊണ്ട് ലച്ചു മുഖത്ത് വൽപ്പം നാണൊക്കെ വാരി വിതറിക്കൊണ്ട് ചന്തുവിനെ നോക്കി. ചന്തു തിരികെ ടെണ്ണ് കിടക്കുന്ന നാണം വാരി വിതറിക്കൊണ്ട് എന്തോ ഒന്ന് പറയാൻ തുടങ്ങിയതും സൂര്യ ഓടിച്ചെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളെ തൂക്കിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. ലച്ചു ആണെങ്കിൽ ഭയങ്കര നാണൊക്കെ മുഖത്ത് വരുത്തി വിരലൊക്കെ ഒന്ന് കടിച്ചുകൊണ്ട് ചിരിയോടെ അവർ പോയ വഴിയൊന്ന് ഏറ്റി കുത്തി നോക്കിക്കൊണ്ട് തിരികെ പോയി. സൂര്യ ചന്തുവിനെ ബെഡിലേക്ക് എടുത്തിട്ട് കൊണ്ട് കൂർപ്പിച്ച് നോക്കി. നീ എന്ത് പണിയാ പണി കാണിച്ചത്? ഞാനിനി അങ്ങനെ അവരുടെ മുഖത്തൊക്കെ നോക്കും. ഷോ! സൂര്യാകമല്ലാതെ. എന്നാൽ അവൻ പറയുന്നത് കേട്ട് ചന്തുവിന് ചിരിയാണ് വന്നത്. അവളവനെ നോക്കി കളിയാക്കി ചിരിച്ചതും സൂര്യയുടെ കുറുമ്പ് നിറഞ്ഞു. അവന്റെ ഭാവമാറ്റം കണ്ടതും ചന്തുവിന് അപകടം മണത്തു. വേണ്ട വേണ്ട പറയലും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയിരുന്നു. പക്ഷെ അതിനു മുമ്പേ അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് ഉയർത്തിയിരുന്നു. ആ വിട്, വേണ്ട! അവളുടെ പൊട്ടിച്ചിരി ആ മുറിയാകെ മുഴങ്ങി. ഇരുവരും വീണ്ടും തങ്ങളുടെ പ്രണയം കൊണ്ട് ഒരു കൊട്ടാരം തന്നെ പണിത് തീർത്തു. ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ചന്തുവിന്റെ മുഖത്ത് തുടിപ്പും വെട്ടവും നാരായണൻ ശ്രദ്ധിച്ചു. ശരിക്കും അയാളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. തൻ്റെ മകൻ അവളോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി. വേഗം അവർക്കൊരു കുഞ്ഞിനെ കൂടെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് അയാൾ ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് സൂര്യയുടെ ഫോൺ റിങ്ങി ചെയ്തത്. അവൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. എല്ലാത്തിനും മൂളി കൊടുക്കുന്നവൻ്റെ മുഖത്ത് നിറയുന്ന ടെൻഷനും കണ്ട് എല്ലാവരും മുഖം ചുളിച്ചു. എന്താടാ മോനെ? കോള് കട്ടായത് നാരായണൻ ആദിയോട് ചോദിച്ചു. അത് ലീവിന് അനുവദിച്ച സമയം കഴിഞ്ഞു വന്നു. 3 ദിവസത്തിനുള്ളിൽ ചെല്ലണമെന്ന് സൂര്യ എല്ലാവരോടായി പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരുടെയും മുഖം പാടി. ചന്തു ഞെട്ടലോട് അവനെ നോക്കി. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഭാനുവിൻ്റെ മിഴികൾ നിറഞ്ഞു. ലച്ചുവും ആ ഗ്ലൂമിയായി. നമുക്ക് ഇനി ആ ജോലി വേണ്ട മോനെ, ഇവിടെ എവിടെയെങ്കിലും നോക്കാം. നാരായണൻ അല്പം സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റില്ല ചാ. അവനെ കൂടുതൽ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് അയാൾക്കും അറിയാമായിരുന്നു. പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. ചന്തുവിൻ്റെ മുഖെല്ലാം ചുവന്നു. അവൾ എല്ലാവരെയും സങ്കടത്തോടെ നോക്കി. സൂര്യത് കണ്ടെങ്കിലും അറിഞ്ഞതായി ഭാവിച്ചില്ല. രാത്രി സൂര്യ മുറിയിൽ വരുമ്പോൾ ഒരാൾ പതിവില്ലാതെ നേരത്തെ ബെഡിൽ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവളുടെ പിണങ്ങിയിലെ കിടപ്പ് കണ്ട് അവന് ചിരി വന്നു. അവൻ വന്നതടഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല. സൂര്യ പതിയെ അവൾക്ക് അടുത്തേക്ക് ചെന്നിരുന്നു. പെട്ടെന്ന് ഏങ്ങിക്കൊണ്ട് അവൾ തിരിഞ്ഞവൻ ആഞ്ഞുപൊലിഞ്ഞു. അയ്യേ, എൻ്റെ കില്ലാടിപ്പണി കറിയാ? അവൻ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു. പോണ്ട, ഇനി വിട്ട് പോണ്ട. എനിക്ക് പറ്റില്ല, നിങ്ങളില്ലാതെ പറ്റില്ല. പ്ലീസ് പോവല്ലേ. പോവോ? താൻ പോവോ? പോയാ തനിക്കെന്നെ ശരിക്കും അറിയാലോ. ആദ്യം ശരിയാക്കും ഞാൻ. ആദ്യം അപേക്ഷിച്ചും പിന്നീട് ദേഷ്യപ്പെട്ടും ഒടുവിൽ ഭീഷണിപ്പെടുത്തിയും കരഞ്ഞുകൊണ്ട് പറയുന്നവൾ അവനിടക്ക് തല്ലുകയും മുമ്പുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൂര്യചിരിയോടെ അതെല്ലാം സ്വീകരിച്ചു. അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ പരാതികളൊക്കെ കേട്ടു. നിർത്താതെ പുലുപോവാണ് അവള്.
ഒടുവിൽ ഇത് ഇപ്പോഴൊന്നും നിൽക്കില്ലെന്ന് തോന്നിയതും അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവളും വാശിയോടെ അവനെ തിരികെ ചുംബിച്ചു. ഇരുവരും മൗനമായി. ആ മൗനം പോലും അവർക്കിടയിൽ കഥകൾ നെയ്തു. അവരുടെ മാത്രം കുഞ്ഞു ലോകത്തിൽ അവരിരുവരും ഒതുങ്ങിക്കൂടി. മഹിമയുടെ കരച്ചിൽ കേട്ടതും ദേവ് ഓഫീസ് റൂമിൽ നിന്ന് വേഗം ഓടിയിറങ്ങി. അവനെ നെഞ്ചാഞ്ഞിടിച്ചു. ഓടിപ്പാഞ്ഞ് താഴെ വന്നവൻ കണ്ട കാഴ്ചയിലും മരവിച്ച് നിന്നുപോയി. നിലത്ത് മലന്ന് വീണ് കിടക്കുവാണവൾ. അവൾക്ക് ചുറ്റും രക്തം പറന്നിരുന്നു. ദേവാകം മരവിച്ചു പോയി. ഹിമ! അവൻ ഓടിച്ചെന്ന് അവളെ വാരിയെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. വേഗം അവളെയും വാരിയെടുത്തുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. അവൻ്റെ വാഹനം ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് പാഞ്ഞു. രാത്രി മുഴുവൻ കരച്ചിലായത് കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ചന്തുവിന് പനി പിടിച്ചു. സൂര്യക്ക് അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. ഭാരതൻ്റെ ഒറ്റമൂലികൾ കൂട്ടിച്ചേർത്തൊരു കഷായം ഉണ്ടാക്കി അവളെ കൊണ്ട് കുടിപ്പിച്ചു. ഇപ്പം ആവി പിടിക്കുവാണ് ആള്. ആവി പിടിക്കുന്ന ചന്തുവിനെ താടിക്ക് കൈയും കൊടുത്തിരുന്ന് നോക്കി വെച്ചു. സൂര്യയാണെങ്കിൽ ആകപ്പെട്ട അവസ്ഥയിലാണ്. ഹച്ചി! പുതപ്പിനുള്ളിൽ നിന്നും തലയെടുത്തുകൊണ്ട് അവൾ നീട്ടിയൊന്ന് തുമ്മിയതും ലച്ചു കയ്യിൽ നിന്ന് തോർത്തെടുത്ത് അവൾക്ക് കൊടുത്തു. എന്നാലും കെട്ടി 2 മാസം പോലും ആയില്ല. അതിനു മുമ്പ് നിനക്ക് ഇത്രയും സ്നേഹം അങ്ങേരോട്? ലച്ചു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും ചന്തവളെ നോക്കി കണ്ണുരുട്ടി. കൂടുതൽ ഉരുട്ടിയാലേ അതങ്ങ് താഴെ വീഴുവേ. ഭദ്രകാളി നോക്കി പേടിപ്പിക്കുന്നു. ലച്ചവളെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ പൊടി തവളാച്ചി. ചന്തവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മുരണ്ടു. എൻ്റെ ഏട്ടാ, നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു ഈ സാധനത്തിനെ? ലച്ചു കുറുമ്പോടെ പറഞ്ഞതും കയ്യിൽ കിട്ടിയ ഗ്ലാസ് എടുത്ത് അവൾ ലച്ചുവിനെറിഞ്ഞു. ആ എൻ്റെ അമ്മേ! അവള് നിന്നെടുത്തൊന്ന് തുള്ളിപ്പോയി. ഇവരുടെ കളിയൊക്കെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പുഞ്ചിരിച്ചു. ചന്തുവിൻ്റെ മിഴികൾ സൂര്യക്ക് നേരെ നീണ്ടു. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചന്തുവിൻ്റെ ചുവന്നു തുടുത്ത മുഖം കണ്ടു ഭാനു സങ്കടത്തോടെ നാരായണൻ നോക്കി. അയാൾ എന്തോന്ന് തീരുമാനിച്ച പോലെ ഭാര്യയെ നോക്കി കണ്ണടച്ച് ആശ്വസിപ്പിച്ചു. കുറച്ചു സമയം നീണ്ടുപോയി. ആർക്കും ഒരു ഉഷാറില്ല. എപ്പോഴും പൊട്ടിത്തെറിച്ച് കലവിൽ കൂട്ടുന്ന ചന്തുവാണ് കൂടുതൽ സൈലന്റ്. ഉച്ചയ്ക്ക് സൂര്യ പുറത്തേക്ക് ഇറങ്ങി. കൂട്ടുകാരുടെ യാത്ര പറഞ്ഞിട്ടാണ് അവൻ തിരികെ വന്നത്. ചന്തുവിൻ്റെ അടുത്ത് പോയി അവളെ കൂടുതൽ കരയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൂടി ആയപ്പോൾ ചന്തു ആകെ മൂകമായി. സൂര്യ! വൈകുന്നേരം ചായ കുടിച്ചിരുന്നപ്പോഴാണ് നാരായണൻ അവനെ വിളിച്ചത്. എന്താച്ചാ? നീ കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്തു. കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ്സിൽ കൈപ്പത്തിക്കുമുള്ളിലുമായി പിടിച്ചുരുട്ടിക്കൊണ്ട് സൗമ്യമായി അയാൾ ചോദിച്ചു. ചെയ്തു. എപ്പോഴാണ് ഇറങ്ങുന്നത്? നാളെ കാലത്തിറങ്ങും. മറ്റന്നാ ജോയിൻ ചെയ്യണം. കയ്യിലിരുന്ന പാൽ കാപ്പി ഒന്ന് ഊതി കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ പോകുമ്പോൾ ചന്തുമോളെയും കൂടെ കൂട്ടിക്കോ. ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ മതി. അതവിടെ ആയാലും ഇവിടെ ആയാലും. നാരായണൻ പറഞ്ഞു നിർത്തിയത് പെട്ടെന്ന് കുടിച്ചുകൊണ്ടിരുന്ന ചായ സൂര്യയുടെ നിറകിൽ കയറി ചുമച്ചു. അതുവരെ വാടിയിരുന്ന ചന്തുവിൻ്റെ മുഖത്ത് പൂന്നിലാ ഉദിച്ചു. അതൊന്നും ശരിയാവില്ല ചാ. സൂര്യ വേഗം ചാടിക്കയറി പറഞ്ഞു. അതെന്താ ശരിയാകാത്തേ? നാരായണൻ നെറ്റിച്ചുളിഞ്ഞു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ആദ്യൊരു വീട് തരപ്പെടുത്തണം. അല്ലതെങ്ങനെയാ? അത് മാത്രമല്ല, ആ നാടത്ര ശരിയല്ല. ഞാൻ ജോലിക്ക് പോയ പിന്നെ ഇവളോട് ഒറ്റപ്പെട്ടു പോകും. സൂര്യ അങ്ങനെ പറഞ്ഞതും ചന്ത വീണ്ടും കരയാൻ തുടങ്ങി. ഏങ്ങി വിളിച്ച് കരയുന്നവളെ കണ്ട് ഭാനു അവളെ ചേർത്ത് പിടിച്ചു. പനി മാറിയില്ല, അതിന് കൂടെ ഇങ്ങനെ കരയാതെ കുഞ്ഞേ. വീണ്ടും എന്തെങ്കിലും അസുഖം വരും. അച്ഛൻ അവനോട് സംസാരിക്കുമല്ലേ? ഭാനു അവളെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. നാരായണൻ ചന്തുവിനെ ഒന്ന് നോക്കി. 2 ദിവസം കൊണ്ട് ആകെ കോലം കിട്ടു പെണ്ണ് എന്നോർക്കെ അയാൾ മുഖത്തല്പം ഗൗരവം എടുത്തണിഞ്ഞു. നീ പറയുന്നതൊന്നും മോളെ കൂടെ കൂട്ടാതിരിക്കാനുള്ള കാരണമല്ല സൂര്യ. നീ ഇപ്പം താമസിക്കുന്ന വീട് തന്നെ ധാരാളമായി ഇവൾക്ക്. പിന്നെ നീ കൂടെ ഉണ്ടെങ്കിൽ അവൾ ഹാപ്പിയാകും. നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ മോളവളുള്ളത് ഞങ്ങൾക്കൊരു സമാധാനമാണ്. നാരായണൻ അല്പം കടുപ്പത്തോടെ പറഞ്ഞു. അച്ഛാ, അത് പെട്ടെന്നിപ്പോൾ. സൂര്യൻ നിന്ന് കീർത്തു. അച്ഛൻ്റെ മുഖത്ത് ഗൗരവം കൊണ്ട് അവൻ എന്ത് പറയണമെന്ന് പോലും അറിയാതെയായി. മോളെ കൂടെ കൂട്ടാമെങ്കിൽ മാത്രം നീ ജോലിക്ക് പോയാൽ മതി. ഇല്ലെങ്കിൽ ആ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. ഇത് എൻ്റെ തീരുമാനമാണ്. നാരായണൻ കടുപ്പിച്ച് പറഞ്ഞു. ശരി, അവളോടുകൂടി ബാഗ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോകും. സൂര്യ സമ്മതിച്ചതും ചന്ത തുള്ളിച്ചാടിക്കൊണ്ട് ഭാനുവിൻ്റെ കവളിൽ അമർത്തി മുത്തി ഓടിച്ചെന്ന് ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് 2 പേരും കൂടി ഒന്ന് വട്ടം ചുറ്റി കറങ്ങിയിട്ട് അവൾ നാരായണൻ്റെ കവളിലൊരു ഉമ്മ കൊടുത്തു. എല്ലാവരും അവളെ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും നോക്കി. സൂര്യയുടെ മിഴികളും അവളുടെ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു.